എല്ലാവർക്കും നല്ല നമസ്കാരം. നമുക്കറിയാം, ഈ അതിരപ്പള്ളി പഞ്ചായത്തിലെ ആദിവാസി ഉന്നതികളിൽ രാത്രി സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഗതികളോ വന്നു കഴിഞ്ഞാൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയെയാണ് സാധാരണ ആശ്രയിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന മുക്കുമ്പുഴ കോളനി അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നും ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാനായിട്ട് ആംബുലൻസ് സംവിധാനങ്ങൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി കുറേ നാളുകൾ ആരും ഇതിൽ ഇടപെടുന്നില്ല. ഇന്നുണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ മുക്കുമ്പുഴം കോളനിയിലെ കൃഷ്ണൻ അജീഷ ദമ്പതികളുടെ മകൾ, ഒരു വയസ്സായ കുട്ടി, ആ കുട്ടിക്ക് വയറ്റിൽ നിന്നും പോകാതെ 3 ദിവസമായി. അങ്ങനെ ഇന്ന് അതിൻ്റെ അസ്വസ്ഥതകൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരവിടുത്തെ ST പ്രൊമോട്ടറായിട്ടുള്ള സുബിൻ എന്ന് പറയുന്ന ST പ്രൊമോട്ടറിനെ അറിയിച്ചു. പ്രൊമോട്ടർ ട്രൈബൽ 108 ആംബുലൻസിനെ വിളിച്ചു. 108 ആംബുലൻസ് 12 മണി കഴിഞ്ഞിട്ട് സർവീസില്ല. അത് കഴിഞ്ഞ് മറ്റ് സംവിധാനങ്ങൾ ST ഓഫീസർമാരെ വിളിച്ചു. പക്ഷേ അതിൽ നിന്നൊരു ഓഫീസറുടെ ഭാഗത്തു നിന്നും വലിയ മോശകരമായിട്ടുള്ള ഒരു അനുഭവം ഈ ST പ്രൊമോട്ടറായി സുബിൻ ഉണ്ടായി എന്ന് പറയുന്നത്. എൻ്റെ പേര് സുബിനാണ്. ഞാൻ ST പ്രൊമോട്ടർ മുക്കമ്പുഴ കാളർ കോളനിയിലാണ്. ഞാൻ ഇന്ന് കുട്ടികളെ കൊണ്ടുപോയി ആലുവ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ ഉന്നതിയിലെ ഒരു വയസ്സുള്ള കുട്ടി ബാത്റൂമിൽ പോകാണ്ട്, അതായത് വയറ്റിൽ നിന്ന് പോകാണ്ട് 3 ദിവസമായി. ആ കൊച്ചാണ് കരച്ചിലായിട്ട് 3 ദിവസമായിട്ട് ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ വന്ന ഉടനെ 108 വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയുള്ള തിരക്കിലായിരുന്നു. അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു. TDOനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാലക്കുടി TDO ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ TDOനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മലക്കപ്പാറ ഓഫീസിൽ നിന്ന് എനിക്കൊരു നമ്പർ തന്നു. അവിടുത്തെ ഒരു ആംബുലൻസിലെ ഡ്രൈവറുടെ നമ്പറാണ് എനിക്ക് തന്നെ. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ തുടർവെളിയിലാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു TDOനെ വിളിച്ചിട്ട് TOനെ വിളിച്ച് കാര്യം പറയാമെന്ന് ചോദിച്ചതിന് ശേഷം TOനെ വിളിച്ചതിന് ശേഷം അവർ പറഞ്ഞു 108 വിളിച്ച് TDOനെ വിളിച്ചില്ലേ, TDOനെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ TDOനെ വിളിക്കാൻ പറഞ്ഞു. TO പറഞ്ഞത്, എൻ്റെ അടുത്ത് പറഞ്ഞത്, നിന്റെ അപ്പൻ്റെ സ്വത്തൊന്നല്ല റോഡ്, നിന്റെ അപ്പൻ്റെ സ്വത്തൊന്നല്ല റോഡ്, വണ്ടി എന്നാണ് TO പറഞ്ഞത്. ആംബുലൻസിനെ വെച്ച് ചോദിച്ചപ്പോ നമ്മുടെ ആമ്പല്ലൂർ പുതുക്കാട് ഉള്ള ഓഫീസിലുള്ള സാറാണ് പ്രദീപ് സാറാണ് ഇങ്ങനെ പറഞ്ഞത്. പ്രദീപ് സാറാണ് പറഞ്ഞത്. നമ്മളൊരു ഉന്നതിയിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ അവർക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് പ്രൊമോട്ടർമാരായ ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഉപരി അവർ ചെയ്തേക്കുന്നത് നമുക്ക് തിങ്കളാഴ്ച ഡ്യൂട്ടി പുതുക്കാട് ഡ്യൂട്ടി, ചൊവ്വാഴ്ച പഞ്ചായത്ത് ഡ്യൂട്ടി, ബുധനാഴ്ച വീണ്ടും പുതുക്കാട് ഡ്യൂട്ടി, മീറ്റിംഗ് ഒരു ദിവസം വെച്ചാലും നമുക്ക് ഓരോ ഉന്നതികളിൽ കയറി നടന്ന് അവരെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇത് നമുക്ക് എപ്പോഴും ഓഫീസിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഓഫീസിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉന്നതികളിലുള്ള ഒരു കാര്യം അറിയില്ല. ഇതുപോലുള്ള അനുഭവങ്ങൾ മുൻപുണ്ടായിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സവിതമേടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടും എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. ഇത് പുതിയതായിട്ട് വന്ന TO ആണ് പ്രദീപ് സാറ്. വന്ന ഉടനെ തന്നെ നമ്മളടുത്ത് ഈ കളിച്ചു കയറുന്ന മാതിരിയാണ് ആദിവാസികളുടെ അടുത്തുള്ള പെരുമാറ്റം. ഈ ഓഫീസർ നിങ്ങൾ അങ്ങനെ പറയുന്നത് വേറെ വല്ലവരും കേട്ടിരുന്നോ? എനിക്ക് ഞങ്ങളിപ്പം വീട്ടിൽ എൻ്റെ ഊരുമൂപ്പൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മായിയമ്മ ഊരുമൂപ്പത്തി കേട്ടിട്ടുണ്ട്, എൻ്റെ ഭാര്യ കേട്ടിട്ടുണ്ട്, സുബീഷ് കേട്ടിട്ടുണ്ട്, സുബീഷിന്റെ പെണ്ണ് കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാരും ഒരുമിച്ച് ലൗഡ് സ്പീക്കർ ഇട്ടിട്ടാണ് നമ്മൾ അത്. ഇത് ആരുടെ കുട്ടിയാണ് ഇപ്പൊ അനീഷ, വൈഫ് ഓഫ് കൃഷ്ണൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ്. അവരെ ശുശ്രൂഷിക്കുന്നതും ഞങ്ങൾ തന്നെയാണ്. ആളുടെ കൊച്ചാണ്, ഒരു വയസ്സായ കുട്ടി. ഓക്കെ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവന്നു നമ്മുടെ ചാലക്കുടിയിലേക്ക്? നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് 108 വിളിച്ചതിന് ഉപരി കിട്ടാത്തതിനെ തുടർന്ന് നമ്മുടെ പുള്ളിലപ്പാറയുള്ള ഷാജിയുടെ കുടുംബശ്രീയുടെ വണ്ടി ഓടിക്കുന്ന ഷാജിയുടെ വണ്ടി വിളിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിച്ചത്. ഓരോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ട്രൈബൽ മേഖലയിൽ ഉണ്ടെങ്കിൽ പുള്ളിലപ്പാറ പെരിങ്ങൽകുത്തിലാണ് ടാക്സി വണ്ടികളുള്ളത്. നമ്മൾ അവർ വിളിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ അവർക്ക് ട്രിപ്പ് ഷീറ്റുകൾ, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ TDO അല്ലെങ്കിൽ TO ആണെങ്കിലും നമുക്ക് ട്രിപ്പ് ഷീറ്റ് എഴുതാൻ പറഞ്ഞില്ല. ട്രിപ്പ് ഷീറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവർ കറക്റ്റായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് ട്രിപ്പ് ഷീറ്റുകൾ കറക്റ്റ് മാറിക്കൊടുത്താലാണ് നമുക്ക് 4 മേലാൾക്കും വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓട്ടം വരുള്ളൂ. എവിടെയെങ്കിലും ഇതിന്റെ മേലധികാരികൾക്ക് ഇങ്ങനെ വിഷയം ഉണ്ടായതുകൊണ്ട് പരാതി നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചു, നാളെ മറ്റന്നാളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് നടപടി ആവാണ്ടോ ഇതിട്ട് ഒരു കാര്യം നടപടിയാവില്ല. കാരണം വെച്ചാൽ നമ്മുടെ ട്രിപ്പ് ഷീറ്റിലെ കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനും ഫണ്ട് കൊടുത്താലാണ് നമുക്ക് നാളെ മേലാൾക്കും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ആംബുലൻസ് ഇല്ലെങ്കിലും കൊണ്ടാക്കാൻ വേണ്ടിയും നമുക്ക് വണ്ടി പെരിങ്ങൽകുത്ത് ഉന്നതികളിലാണ് കിട്ടുക. നമുക്ക് എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓടിക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു ആംബുലൻസ് ഇല്ല. പിന്നെ ഉള്ളത് പവർ ഹൗസ്, പെരിങ്ങൽകുത്ത് പവർ ഹൗസിലും ഷോളയർ പവർ ഹൗസിലാണ് 2 ആംബുലൻസ് ഉള്ളത്. അത് അവരുടേതായ ആവശ്യങ്ങൾക്ക് മാത്രമേ കൊണ്ടുനടക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ആദിവാസി ഊരുകളിലോ അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെന്ന നിലയ്ക്ക് അവിടെ താമസിക്കുന്ന പുള്ളിയിലപ്പാറ ഭാഗത്ത് താമസിക്കുന്ന ഒരു 10-100 കുടുംബങ്ങളുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ രാത്രിയൊക്കെ എമർജൻസി, ഞാൻ ഒരുപാട് ഇപ്പോൾ ഈ ഒരു മാസത്തിനിടയ്ക്ക് ഒരു 10-15 പ്രാവശ്യമായി ഞാൻ ഈ മെഡിക്കലായിട്ട് വരുന്നത് രാത്രി. അന്നത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരാളും ആ സമയത്ത് ഒരു 108 വിളിച്ചാലോ അല്ലെങ്കിൽ വേറൊരു വണ്ടി ആംബുലൻസ് വിളിച്ചാലോ ഇവിടുന്ന് ചാലക്കുടിയിൽ നിന്ന് അവിടെ നിന്ന് എത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവരൽ നടക്കില്ല. അപ്പോൾ പെട്ടെന്ന് വിളിക്കുന്നത്
നമ്മുടെ നാട്ടിലുള്ള വണ്ടികളായിരിക്കും. അതിലൊക്കെ ഭൂരിഭാഗമൊക്കെ ഞാൻ പോകുന്ന വ്യക്തിയാണ്. നാട്ടിലുള്ള ജനങ്ങൾ ഇപ്പം എന്നെ പോലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കാശ് കൊടുത്തു പോകും. ഈ ട്രൈബൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് കാശ് കൊടുത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാനിന്ന് ഈ കുട്ടിയുടെ അവസ്ഥ ഈ പ്രൊമോട്ടർ സുവി വിളിച്ച് പറയുമ്പോൾ ഞാൻ വീട്ടിൽ ചോറ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 9-9:45 നേരത്താണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ആ പകുതി ചോറ് അവിടെ വെച്ചിട്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ, അതും വണ്ടി കുറച്ച് ദൂരത്തിലേക്ക് കിടക്കണം, അവിടെ പോയി വണ്ടി എടുത്ത് ഇവരെ കോണിലേക്ക് ഒരു 6 കിലോമീറ്ററോളം ഞാൻ പോകണം. അവിടെ ഉള്ളിലേക്ക് പോകണം. ആന ശല്യമാണ് മൊത്തം. അവിടെ ചെന്ന് ആ കുട്ടീനെ കയറ്റി ഒന്നും ചോദിക്കാനില്ല, ഞാൻ കയറ്റാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചു. പക്ഷേ നമുക്ക് ഒരു ഏറ്റവും ആവശ്യമുള്ളത് ഒന്നില്ലെങ്കിൽ അവിടെ ഒരു വണ്ടി, ഒരു ആംബുലൻസ് പോലത്തുള്ള വണ്ടി രാത്രി കാലങ്ങളിൽ വേണം. അത് അതിരപ്പള്ളി കഴിഞ്ഞ് ഷോളയാർ വരെ അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്ന ഒരു ഭാഗം. ഇപ്പോൾ ആനശല്യമായാലും എന്തെങ്കിലും പ്രശ്നം, മൃഗങ്ങളുടെ ശല്യം അല്ലെങ്കിൽ അസുഖമോ എന്തെങ്കിലും വന്നാൽ തന്നെ ട്രൈബൽ ഭാഗത്ത് പെട്ടെന്ന് പോയി വരാനായിട്ട് ആ ഭാഗങ്ങളിൽ, അത് ഒന്നില്ലെങ്കിൽ അതിരപ്പള്ളി കഴിഞ്ഞിട്ട് പുളിയിലപ്പാറ ജംഗ്ഷനിലോ അല്ലെങ്കിൽ വാച്ചുമരം ഭാഗത്തോ ഒരു ആംബുലൻസ് ഇട്ടാൽ മതി. അത് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധികാരികളുടെ കീഴിൽ ഇട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. സാധാരണക്കാരായ ആദിവാസി ഉന്നതി വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളോട് ഇത്തരത്തിലുള്ള വാക്കുകളും മറ്റ് പരാമർശങ്ങളും ഉപയോഗിക്കുന്നത് ഈ നവകേരള നിർമ്മിതിക്ക് ഇതൊക്കെ ഭൂഷണമാണോ എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം. അതുമാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പുകയിലപ്പാറ അതുപോലെ തന്നെ മുക്കപ്പുഴം കോളനി ഇത്തരം പ്രദേശങ്ങളിൽ ഒരു ആംബുലൻസ് സർവീസ് മസ്റ്റായിട്ട് വേണം. നിങ്ങൾ എന്തൊക്കെ നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ നിങ്ങൾ കാഴ്ചകൾ നടത്തിയാലും ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് അവർക്ക് ഈ വന്യമൃഗങ്ങളുണ്ട്, വന്യമൃഗങ്ങൾ ചവിട്ടിക്കൊല്ലണം, അതൊക്കെ ഒരു വശത്തെ കൂടെ ഒരു ചികിത്സ ആവശ്യമായിട്ട് വരുമ്പോൾ അവർ മാനത്ത് നക്ഷത്രത്തിനെ എണ്ണി നോക്കിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ നിന്നൊരു മാറ്റം വരണം. നിങ്ങൾ ഈ വക കാര്യങ്ങളിൽ നിന്ന് ഇടപെടണം സംവിധാനങ്ങൾ. അതല്ലാതെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ ആദിവാസികൾക്ക് വിഴുങ്ങാൻ കൊടുത്തിട്ട് കാര്യമില്ല. അവരൊരു ചികിത്സ തേടി വരുമ്പോൾ ആ ചികിത്സ തേടി വരാനായിട്ടുള്ള യാത്രാ സൗകര്യം ഒരു ആംബുലൻസ് സർവീസിന് കിട്ടാൻ വേണ്ടി, ഒരു ആംബുലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ചികിത്സ തേടി വരുന്ന രോഗിയും കുടുംബങ്ങളൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു ഇതുകൂടെ കാണാനും. ആ കുട്ടിയെ ഇപ്പോൾ ചികിത്സ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അൾട്രാസ്കാൻ ഉൾപ്പെടെ സംവിധാനം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതും പുറത്ത് പോയി ചെയ്യണം. ഇവരുടെ അതിനുള്ള കാശോ മറ്റു സംവിധാനങ്ങളോ ഈ ആദിവാസി അനുഭവങ്ങളുടെ കയ്യിലുണ്ടാവും, എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ട്രൈബൽ ഓഫീസിൽ നിന്നും ട്രൈബൽ വിഭാഗത്തിൽ നിന്നും ട്രൈബൽ വകുപ്പിൽ നിന്നൊക്കെ ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും പുകയിലപ്പാറയിലെ ഷാജി ഏട്ടന് വളരെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരണം. കാരണം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഈ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഒന്നും നോക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എഴുന്നേറ്റ് വന്ന് ഈ വണ്ടിയും കൊണ്ട് ഈ ചാലക്കുടി വരെ യാത്ര ചെയ്തിപ്പോൾ കുട്ടിയെ എത്തിച്ചിരിക്കുന്നത്. നല്ല മനസ്സുകളും ഉണ്ട്, നന്മ മനസ്സുകൾ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറയുന്നത്. ഈ ആംബുലൻസ് വിഷയത്തിൽ തദ്ദേശ ഭരണ സംവിധാനങ്ങളും മറ്റ് ഭരണാധികാരികളും വിഷയത്തിൽ ഇടപെടണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.